കാട് കാണാൻ ഇറങ്ങുന്നവർക്ക് കർണാടക വനം വകുപ്പിന്റെ ഇരുട്ടടി. ബന്ദിപ്പൂർ സഫാരിയുടെ നിരക്കുകൾ ഇരട്ടിയാക്കി. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാർക്കും ഇനി ചിലവേറും. സെപ്റ്റംബർ 1 മുതലാണ് പുതിയ നിരക്കുകൾ നിലവിൽ വരിക. വനം വന്യജീവി സ്നേഹികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഫാരികളിലൊന്നാണ് ബന്ദിപ്പൂരിലേത്. എന്നാൽ ഇനി കാട് കാണാൻ കൊതിച്ചെത്തുന്നവരുടെയും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരുടെയും പോക്കറ്റ് കീറും. സെപ്റ്റംബർ 1 തീയതി മുതൽ ടൈഗർ സഫാരിക്കും ക്യാമറയ്ക്കും ഫീസ് കുത്തനെ കൂട്ടുകയാണ് കർണാടക വനം വകുപ്പ്. ഈ ബന്ദിപ്പൂരിലെ ഗവൺമെന്റ് സഫാരി ബസിന്റെ റേറ്റ് ഏകദേശം ഇരട്ടിയാക്കുക എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം തുടക്കക്കാരായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സിനും അതേപോലെ എന്താ പറയാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാർഡായിരുന്നു അല്ലെങ്കിൽ ഒരു സഫാരി യാത്രയായിരുന്നു ബന്ദിപ്പൂരിൽ നിന്നും പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഏകദേശം കമ്പനിയെക്കാളും കൂടുതൽ നമുക്ക് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു റേറ്റും ഒക്കെ വളരെ അഫോർഡബിൾ ആയിരുന്ന ഒരു സ്ഥലമായിരുന്നു ബന്ദിപ്പൂർ എന്ന് പറയുന്നത്. സഫാരിക്ക് പ്രധാനമായും എത്തുന്നത് ഫോട്ടോഗ്രാഫർമാരാണ്. ക്യാമറ കാട്ടിനുള്ളിൽ കയറ്റണമെങ്കിൽ ഇനി മുതൽ 1500 GSTയും നൽകണം. നാളെ ഇതുവരെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ ടൈഗർ റിസർവുകളും ഇതിലും വളരെ ചീപ്പായിട്ടാണ് സഞ്ചാരികളിൽ നിന്നും ഫീസ് ഈടാക്കുന്നത്. വനസംരക്ഷണത്തിനും മറ്റ് ഭൗതിക സാഹചര്യങ്ങളുടെ വളർച്ചയ്ക്കുമായി ഫീസ് ഈടാക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ഒറ്റയടിക്ക് ഇത്രയും ഭീമമായ തുക വർദ്ധിപ്പിക്കുക എന്നത് യുക്തിസഹമല്ല. വനങ്ങളും വന്യജീവി സംരക്ഷണവും അതിൻ്റെ ആസ്വാദനവും ഒരിക്കലും പണക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. സാധാരണയായി മൺസൂൺ കാലത്താണ് കൂടുതൽ ആളുകൾ ഈ മേഖലയിൽ സഫാരിക്ക് എത്തുന്നത്. മഴക്കാലത്ത് നമ്മൾ ബന്ദിപ്പൂരും നാഗർഹോളയിലൊക്കെ പോയി വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഒടുക്കത്തെ ചാർജ് കൂട്ടിയതുകൊണ്ട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഓൾറെഡി കഴിഞ്ഞ വർഷം ഒന്ന് ചാർജ് കൂട്ടി, അതിന്റെ കൂടെ ഇപ്പൊ വീണ്ടും കൂട്ടാൻ പോവാന്ന് കേൾക്കുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് അവിടുത്തെ ക്യാമറ ചാർജും സഫാരി ഫീ എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ആ പൈസയ്ക്ക് നമുക്ക് നോർത്ത് ഇന്ത്യയിലോ സെൻട്രൽ ഇന്ത്യയിലൊക്കെ വന്ന് നല്ല അടിപൊളി ടൈഗേഴ്സിന്റെയും ലെപ്പേർഡിന്റെ ഒക്കെ ഫോട്ടോ കിട്ടുന്ന പോലെയുള്ള സഫാരികൾ ചെയ്യാം. ചാർജ് കൂട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്നാ പറയണ്ടേ, കഴുത്തിന് കത്തി വെക്കുന്ന രീതിയിലായിപ്പോയി. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ നാഷണൽ പാർക്കിലെ സഫാരി ഫീസുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ഭീമമായ തുകയാണിത്. നിരക്ക് വർധനവിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. എന്നാൽ വനസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഫീസ് കൂട്ടുന്നതെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. വന്യജീവി ആക്രമണങ്ങളെ തുടർന്ന് നിർത്തിവെച്ച സഫാരി അടുത്തിടെയാണ് കർണാടക വനം വകുപ്പ് പുനരാരംഭിച്ചത്. KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.